എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. ഈ ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഒരു കാരണമുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അച്ചാറുകളും ഇഡ്ഡലിപ്പൊടി, ദോശപ്പൊടി, കറി പൗഡർ, അങ്ങനെ നമ്മുടെ വീട്ടിൽ നിത്യം ഉപയോഗിക്കുന്ന പലതരം കാര്യങ്ങളും ഒരുപാട് പേരിന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല അഭിപ്രായം തരുന്നത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ടും ഇനിയിപ്പോ ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോയും ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഇങ്ങനെ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ നമുക്കൊരു 3-4 മാസത്തേക്ക് ഇതൊരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് കൊണ്ടും നിങ്ങൾക്ക് ചമ്മന്തിപ്പൊടി സെയിൽ ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കൊണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വേണേ കൂട്ടുകാരെ കാണാനായിട്ട്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെമ്മീൻ ചമ്മന്തിപ്പൊടി നമ്മുടെ വീടുകളിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയാണ്. ഇതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ഉണക്കച്ചെമ്മീൻ നല്ലതുപോലെ തലയും വാലൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ തലയൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാനിത് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള ചെമ്മീനാണ്. ഞാൻ തന്നെ ഉണക്കിയെടുത്തിട്ടുള്ള ചെമ്മീനാണ് കേട്ടോ. എങ്കിൽ തന്നെയും ഞാനിത് ഒന്നും കൂടെ കഴുകിയതിന് ശേഷമാണ് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ ഈ ഒരു ചെമ്മീനിലേക്ക് മണ്ണും പൊടിയൊക്കെ പറന്നു വീഴാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാനിതൊന്ന് കഴുകി വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് ചുവട് കട്ടിയുള്ള ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഈ ഒരു ഉരുളിയിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള ചെമ്മീൻ നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീനിലേക്ക് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ നല്ലവണ്ണം തന്നെ മുരിഞ്ഞ് കിട്ടണം കേട്ടോ. ചെമ്മീനിലെ ആ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. എളുപ്പത്തിൽ മുരിഞ്ഞു കിട്ടാനായിട്ടാണ് ഇഞ്ചി ഇതുപോലെ ചേർത്തിട്ടുള്ളത്. വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കണം. ഇഞ്ചി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു പിടി കൊച്ചുള്ളി കട്ട് ചെയ്തിട്ട് കൂടി ചേർക്കാം. വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മൾ ഇത് കുറച്ച് ദിവസമൊക്കെ വെച്ച് കഴിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഒരു അളവിൽ തന്നെ ഉള്ളി ചേർത്താൽ മതിയാകും. ചെമ്മീൻ മൊരിയുന്നതോടൊപ്പം തന്നെ ഉള്ളിയും ഇഞ്ചിയും മൊരിഞ്ഞു കിട്ടണം. ഈ ചെമ്മീൻ നല്ലോണം മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോഴേ ചേർത്താൽ അതിന്റെ ആ ഒരു ഫ്ലേവറും ഫ്രഷ്നെസ് ഒക്കെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു സമയം തന്നെ ചേർക്കാത്തത്. ചെമ്മീൻ ഇതുപോലെ വറുത്തെടുക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും. അപ്പൊ തീ ഒന്ന് കൂട്ടി വെച്ചും കുറച്ച് വെച്ചും വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട്. ഈ ചെമ്മീൻ ഒന്ന് മുരിയണ വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ചെമ്മീൻ നല്ലോണം മുരിഞ്ഞ് ഒന്ന് ഒടിഞ്ഞ് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്ക് വിദേശത്തൊക്കെ കൊടുത്തുവിടാനാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വെളിച്ചെണ്ണയുടെ അളവ് വളരെ കുറച്ച് വേണം കേട്ടോ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ചമ്മന്തി പെട്ടെന്ന് കേടായി പോകും. ഇപ്പോ ചെമ്മീന്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർക്കണം. ഞാനിവിടെ ഒരു പിടിയോളം ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. ഉണക്കമുളകും കൂടി ചേർത്ത് ഒന്നുകൂടെ നമുക്ക് വറുത്തെടുക്കാം. നമുക്കിതെല്ലാം ചെറിയ തീയിലിട്ട് കൊടുത്ത് തന്നെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ മുളകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് വേണം നമുക്ക് ചെമ്മീനൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മുരിഞ്ഞ് വരുന്ന പാകമായാൽ നമുക്കിതിലേക്ക് നാളികേരം ഒന്ന് തിരുമിയെടുക്കണം. ഞാനിവിടെ ഇതുപോലൊരു വലിയ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് തിരുമിയെടുത്തിട്ട് വരാം. ആ സമയം കൊണ്ട് നമ്മുടെ ചെമ്മീനും ചെറിയ തീയിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുത്ത് തന്നെ വറുത്തെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് വെള്ളമെല്ലാം വറ്റി വന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, കുറഞ്ഞ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്ത് തന്നെ നമുക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു സമയത്ത് നമ്മൾ തിരുമ്മി എടുത്തിട്ടില്ല നാളികേരം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറെ കാലത്തേക്ക് ചമ്മന്തി ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ചമ്മന്തിയിലേക്ക് പുളി ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു സമയത്ത് പുളി ചേർക്കാം. ഞാൻ ചമ്മന്തിയിലേക്ക് പുളി ചേർക്കുന്നില്ല കേട്ടോ. എനിക്ക് പുളിയുള്ള ചമ്മന്തി ഇഷ്ടമല്ല. അതുകൊണ്ടാണ്. നമുക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർക്കുവാണ്. കറിവേപ്പില കൂടുതൽ അളവിൽ ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നല്ല ഡ്രൈ ആകുന്നത് വരെയും നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ ഇതുപോലെ ചെമ്മീൻ വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ചെറുനാരകത്തിന്റെ ഇല ഉണ്ടെങ്കിൽ ഒരു 2-3 ഇല ചേർക്കുന്നത് നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ നല്ല ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. അപ്പൊ നാരകത്തിന്റെ ഇല നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ ഒരു 3 ഇല ഇതിനകത്തേക്ക് ചേർക്കാം കേട്ടോ.
നല്ലോണം തന്നെ ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കരുത്. നമ്മുടെ ചെമ്മീൻ ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ ആയിട്ടുള്ളത് ചെറിയ തീയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾക്കിപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് ഒരു തരി പോലും കരിയാതെ ചെയ്തെടുക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ച് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ചെമ്മീൻ ഒന്ന് ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ മുരിഞ്ഞ് കിട്ടണം. അതുവരെയും നമുക്ക് ഒന്നുകൂടെ തന്നെ ചെറിയ തീയിൽ വെച്ച് തന്നെ വറുത്തെടുക്കാം. നമ്മൾ എന്ത് കാര്യവും ക്ഷമയോടുകൂടി ചെയ്യുമ്പോഴാണ് അതിന് നല്ല രുചി ഉണ്ടാവുന്നത്. തിരക്ക് പിടിച്ച് നമ്മൾ എന്ത് ചെയ്താലും ആ ഒരു ചെയ്യുന്ന വിഭവത്തിന് ഒരു തരി പോലും രുചി ഉണ്ടാവില്ല. അപ്പൊ അത് ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. താഴെ ഭാഗം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും വീണ്ടും നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ നല്ല പോലെ തന്നെ മുരിവായി വന്നിട്ടുണ്ട്. കിലുകില സ്വരമായിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നല്ല മുരിഞ്ഞ പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. വറുത്ത ചേരുവകളുടെ ചൂടൊന്ന് ആറി വരണം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. ചെമ്മീനൊക്കെ ഓവറായിട്ട് പൊടിച്ചെടുക്കരുത് കേട്ടോ. ചെമ്മീനൊക്കെ ഒന്ന് കാണുന്ന രീതിയിലായിരിക്കണം ചമ്മന്തിപ്പൊടി വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 സ്പൂൺ അളവിലാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. മുളക് പൊടി ചേർത്ത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവാൻ സാധ്യത കൂടുതലാണ്. ഇനിയിപ്പോ ഈ ഒരു നാളികേരത്തിന്റെ ഒക്കെ ചൂടൊന്ന് ആറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ വറുത്തിട്ടുള്ള ചെമ്മീന്റെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഇതുപോലെ മുകളിൽ നിന്ന് കോരി ഒരു ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. മുളകൊന്ന് ആദ്യമേ ഒന്ന് ചതച്ചെടുക്കാനായിട്ടാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടിഞ്ഞു പോകും. അങ്ങനെ മുളക് ആദ്യമേ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. പൾസ് മോഡിലിട്ട് കറക്കിയാൽ മതി കേട്ടാ. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാനിവിടെ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ ഒരു പാനിലേക്ക് തന്നെ മാറ്റാം. ഇനി നമുക്ക് എല്ലാം മിക്സിയുടെ ജാറിലേക്ക് കോരിയിടാം. അടുത്തത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടി ഞാനിവിടെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാനിലേക്ക് തന്നെ മാറ്റാം. ഇതെല്ലാം കൂടെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡിയാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ ചോറിനൊപ്പം മാത്രമല്ല ദോശ ചപ്പാത്തിയുടെ ഒക്കെ ഒപ്പം സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാനും നല്ല രുചിയാണ്. ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു ചമ്മന്തി തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ സ്വാദ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.